നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധ സാഹചര്യത്തിൽ ചില പഴയ കാര്യങ്ങൾ ഒന്നും കൂടി പറയാമെന്ന് തോന്നി. കാരണം ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നുള്ളത്. അഥവാ ഒന്നെങ്കിൽ ഫലസ്തീൻ എന്നുള്ള വിഷയം, മറ്റൊന്ന് ഇസ്രായേൽ എന്നുള്ള അധിനിവേശ രാഷ്ട്രവും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും, അത്തരമൊരു ക്രിമിനൽ രാഷ്ട്രം അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്തുണയാകുന്ന അമേരിക്കയുടെ സാമ്രാജ്യത്വ നയനിലപാടുകൾ. ഇതാണ് ഇപ്പോൾ ലോകത്തിലുള്ള ഒരു സാഹചര്യം എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഫലസ്തീൻ വിഷയം എന്നുള്ളത് കഴിഞ്ഞ 75 വർഷത്തോളമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. അത് ഇസ്രായേൽ എന്നുള്ള അധിനിവേശ രാഷ്ട്രത്തിന് അവിടെ അംഗീകാരം നൽകുകയും ആ അധിനിവേശ രാഷ്ട്രം അവിടെ സ്ഥാപിതമായത് മുതൽ നടത്തുന്ന അതിക്രൂരമായ നടപടികൾ, ആ അധിനിവേശ രാഷ്ട്രം അവിടെ സ്ഥാപിതമാകാൻ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ, കുറച്ചു കാലം മുമ്പ് ഈ ലോകത്താകമാനം ഇതിന് മാറ്റമുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ എന്തായാലും പറഞ്ഞേ പറ്റുകയുള്ളൂ. ആ സാഹചര്യം എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? അത് 2014 ആ ഒരു കാലഘട്ടത്തിലാണ്. ആ മുല്ലപ്പൂ വിപ്ലവമൊക്കെ പറയുന്ന ടുണീഷ്യയിൽ നടന്ന, ഈജിപ്തിൽ നടന്ന ആ ഒരു സമയമുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ഫലസ്തീൻ വിമോചനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? അന്ന് ഈജിപ്തിൽ മുഹമ്മദ് മുർസി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നു. അവിടെ ആദ്യമായിട്ട് ഈജിപ്തിന്റെ രാഷ്ട്രത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ UN ആണ് അതിന് നേതൃത്വം നൽകിയത്. അങ്ങനെ നടത്തിയ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനം മുഹമ്മദ് മുർസിയെ അവിടുത്തെ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇസ്ലാം ബ്രദർഹുഡ് അവിടെ അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഈജിപ്തിന്റെ ഭരണം മുഹമ്മദ് മുർസിയുടെ കൈകളിൽ എത്തുന്നു. മറ്റൊന്ന്, ഇറാനുമായിട്ട് മുഹമ്മദ് മുർസി നല്ല നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ അടഞ്ഞിരിക്കുന്ന റഫ അതിർത്തി സമ്പൂർണമായിട്ട് ഫലസ്തീനികൾക്ക് തുറന്നു കൊടുക്കുന്നു. ഇസ്രായേൽ ഇടപെട്ടുകൊണ്ടാണ് റഫ അതിർത്തിയുടെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നത്. ഇസ്രായേൽ തുറക്കാൻ പറയുമ്പോൾ ഈജിപ്ത് തുറക്കും, ഇസ്രായേൽ പൂട്ടാൻ പറയുമ്പോൾ ഈജിപ്ത് പൂട്ടും. അതാണ് റഫ അതിർത്തിയുടെ നിലവിലുള്ള അവസ്ഥ എന്നുള്ളത്. റഫ അതിർത്തി ആരുടേതാണ്? അത് ഈജിപ്തിൻ്റെതാണ്. ഈജിപ്തിന്റെ കൈകളിലുള്ള സ്ഥലമാണ്. പക്ഷെ അത് പൂട്ടാനും തുറക്കാനും ആരാണ് തീരുമാനിക്കുന്നത്? അത് ഇസ്രായേലാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ റഫ അതിർത്തിയെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമായി ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള, ഫലസ്തീനികൾക്ക് അകത്ത് പോകാനും പുറത്തു വരാനുമുള്ള ഒരു പാതയായിട്ട് മുഹമ്മദ് മുർസി മാറ്റി. മറ്റൊന്ന്, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഏറ്റവും വലിയ എതിരാളി എന്ന് വിശേഷിക്കപ്പെടുന്ന ഇറാനുമായിട്ട് നല്ല നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നു. തുർക്കിയും ഇതിനോടൊപ്പം ചേരുന്നുണ്ട്. തുർക്കി എന്നുള്ളത് ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രമാണ്. അങ്ങനെയുള്ള തുർക്കി ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നു. ഈ തുർക്കിയുമായിട്ടും ഈ ഒരു സഖ്യം രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുർക്കി, ഈജിപ്ത്, ഇറാനൊക്കെ ഉൾപ്പെടുന്നതാണ്. മറ്റൊന്ന്, പിന്നീട് പാകിസ്ഥാനിൽ ഇമ്രാൻഖാനൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതിനിടയിൽ യൂഗെ ഷാവേസ്, ഇവിടെ വെനിസുലയിൽ യൂഗെ ഷാവേസ് ഉണ്ടാവുന്നു. യൂഗെ ഷാവേസും ഇതിനോടൊപ്പം ചേരുന്നു. ഇറാനിൽ അഹമ്മദി നജാദ്, ഈജിപ്തിൽ മുഹമ്മദ് മുർസി, തുർക്കിയിൽ തയ്യിബ് റജബ് ഉർദുഗാൻ, മറ്റ് വെനിസുലയിൽ യൂഗെ ഷാവേസ്. ഈ ഒരു സഖ്യം രൂപപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സാമ്രാജ്യത്വത്തിനെതിരായ, അമേരിക്കൻ ശക്തികൾക്കെതിരായ, ഇസ്രായേലിന്റെ അധിനിവേശങ്ങൾക്കെതിരായ നിലപാടുകൾ കൊണ്ടാണ്. അങ്ങനെ ഈ ശക്തി രൂപപ്പെട്ടുകൊണ്ട് ഫലസ്തീൻ എന്നുള്ള രാഷ്ട്രം ഒരു സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് ഇസ്രായേലിന്റെ, അമേരിക്കയുടെയും സാമ്രാജ്യത്വ പണികൾ തുടങ്ങുന്നത്. ആ പണികൾ എന്നുള്ളത് ഇറാൻ ഓൾറെഡി ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ 40-45 വർഷമായി ഇസ്ലാമിക റിപ്പബ്ലിക് ആയതിനു ശേഷം അവിടെ എന്താണ് ചെയ്യുന്നത്? ഈജിപ്തിൽ എന്താണ് ചെയ്യുന്നത്? ഈജിപ്തിൽ മുഹമ്മദ് മുർസിയെ അട്ടിമറിക്കുകയാണ്. ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുർസിയെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാള മേധാവി, ഇപ്പോഴുള്ള സിസി അവിടെ ഭരണത്തിലേറുകയാണ്. പട്ടാളത്തിന്റെ കയ്യിൽ വീണ്ടും ഭരണം കിട്ടുകയാണ്. അതെങ്ങനെയാണ്? അത് സൃഷ്ടിക്കപ്പെടുകയാണ്. അത്തരം ഒരു ഭരണകൂട അട്ടിമറി, ഈ സാമ്രാജ്യത്വ വിധേയമുള്ള ആളുകൾ തന്നെ അവിടെ ഭരണത്തിൽ ഇറക്കണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്.
ഇസ്രായേലും അമേരിക്കയും പറയുന്നതനുസരിച്ച് മാത്രം നിലപാടെടുക്കുന്നവർ അവിടെ ഇരുന്നാൽ മതി എന്നുള്ളത്. മറ്റൊരു തലത്തിൽ ഈ രാജ്യാന്തര തലത്തിൽ ഇത്തരം ഇടപെടലുകൾ നടക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് തുർക്കി, ഇറാൻ, വെനിസ്വല ഈ രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ അവർ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. ഈ ഭരണ അട്ടിമറിക്ക് അറേബ്യൻ രാജ്യങ്ങളുടെ കൂടി കൈകടത്തൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അത് മറ്റു താല്പര്യങ്ങൾ, അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാം. അതോടൊപ്പം തന്നെ ഈ ഖത്തർ ഈ വിഷയത്തിൽ ഖത്തർ ഒരു നയം സ്വീകരിച്ചു. ഖത്തർ പരമ്പരാഗതമായിട്ട് ഈ അറബ് രാഷ്ട്രങ്ങളോടൊപ്പം ചേർന്ന് ഇറാനെ മാറ്റി നിർത്തുകയും ഇത്തരം ഒരു നയസമീപനമൊക്കെ സ്വീകരിച്ച രാജ്യമാണ്. പക്ഷെ ഖത്തർ ഒരു നിലപാട് സ്വീകരിച്ചു, ഇറാനുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാം, അവരുമായിട്ട് പരമാവധി യോജിച്ച് മുമ്പോട്ട് പോകാം എന്നുള്ള നയം ആ സമയത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഖത്തറും കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈജിപ്ത്, ഖത്തർ, തുർക്കി, ഇറാൻ തുടങ്ങിയ, അതിനോടൊപ്പം തന്നെ വെനിസുല, മറ്റുള്ള രാജ്യങ്ങൾ, ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, വേണമെങ്കിൽ ക്യൂബ എന്നൊക്കെ പറയാവുന്ന രാജ്യങ്ങളും ഇതോടൊപ്പം ചേരുന്നു. അഹമ്മദി നജാദ്, യുഗെ ഷാവേസ്, മുഹമ്മദ് മുർസി, തൊയ്യബ് ഉർദുഗാൻ, ഇങ്ങനെയാണ് ഈ നേതൃത്വ നിര എന്നുള്ളത്. ഖത്തറും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫലസ്തീനിൽ ഒരു അധിനിവേശവും നടത്താൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അതല്ലെങ്കിൽ ഫലസ്തീനിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇപ്പൊ നടത്തിയതുപോലെയുള്ള കാര്യങ്ങൾ ആ സമയത്ത് ഇസ്രായേൽ നടത്തിയിട്ടില്ല. കാരണം എന്താണ്, ഒരു ഭാഗത്ത് ഈജിപ്തിന്റെ മുർസിയുടെ ഈജിപ്താണ് അത്, മറ്റൊന്ന് ഇറാനും ഇവരുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ തുർക്കിയുമായിട്ടുള്ള ബന്ധം, ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ഒരു പ്രശ്നമാണ്, ഖത്തറുമായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പോൾ ഇത് ഈ രീതിയിൽ പോയാൽ തങ്ങൾക്ക് അപകടമാണെന്ന് ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കി ആദ്യം മുഹമ്മദ് മുർസിയെ അട്ടിമറിച്ചു. ഈ അവിടുത്തെ ഒരു സാഹചര്യം ആ സമയത്ത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മുഹമ്മദ് മുർസി അധികാരത്തിലേറുന്ന ഒരു സമയവും അതുവരെയും ഈ ഉസ്നി മുബാറക്കിന്റെ ഏകാധിപത്യമായിരുന്നു ഈജിപ്തിൽ ഉണ്ടായിരുന്നത്. അതിനെയാണ് മാറ്റം വരുത്തി മുഹമ്മദ് മുർസി അധികാരത്തിലേറുന്നത്. പക്ഷെ അപ്പോഴും ഈ ഇസ്രായേലുമായിട്ടുള്ള കരാറുകളും, ഈ ഇസ്രായേലാണ് ഇവിടെ വൈദ്യുതിയും മറ്റു കാര്യങ്ങളുമൊക്കെ, ഊർജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത്, അതൊക്കെ നിർത്തലാക്കുകയാണ്, ആ കരാറുകളൊക്കെ നിർത്തലാക്കുകയാണ്. അങ്ങനെ വലിയ പ്രതിസന്ധി മുഹമ്മദ് മുർസിയെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുൻനിർത്തിയാണ് അവിടെ ഒരു അട്ടിമറി ഇവർക്ക് സാധ്യമായത്. അങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ വീണ്ടും സിസിയെ കൊണ്ടുവരുന്നു, വീണ്ടും പട്ടാള ഭരണം കൊണ്ടുവരുന്നു. അപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ എന്നുള്ളത് ഈ നിലവിലുള്ള ഇറാൻ ആക്രമണം നേരിട്ട് കൊണ്ടിരിക്കുന്ന UAE, ബഹ്റൈൻ അല്ലെങ്കിൽ സൗദി, ഇവരുടെയൊക്കെ നിലപാട് എന്നുള്ളത് മുഹമ്മദ് മുർസിക്കെതിരായിരുന്നു. മുഹമ്മദ് മുർസിയുടെ ഭരണം അവിടെ നിലനിൽക്കരുതെന്നുള്ള താല്പര്യങ്ങളായിരുന്നു ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോഴും ഈ ബ്രദർഹുഡിനെയൊക്കെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. UAEയുടെയും സൗദിയുടെയൊക്കെ നിലപാട് അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ ആ സമയത്ത് ഈ ഫലസ്തീൻ അധിനിവേശമൊന്നും ഇസ്രായേലിന് നടപ്പുള്ള കാര്യമായിരുന്നില്ല. അതിനിടയിൽ ഒരു സമയത്ത് ഇസ്രായേൽ ആക്രമണങ്ങൾ ഗസയിൽ ഉണ്ടായപ്പോൾ വെറും 6 ദിവസം കൊണ്ട് അത് സമാധാന ഉടമ്പടി ഉണ്ടാക്കുകയും കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് അതിന് നേതൃത്വം നൽകിയത്? അതിനൊക്കെ നേതൃത്വം നൽകിയത് മുഹമ്മദ് മുർസിയാണ്. അല്ലെങ്കിൽ ഈ ഒരു സഖ്യകക്ഷികളെ കൂടി ചേർന്ന് കൊണ്ടുള്ള ഒരു നിലപാടാണ്. ഖത്തർ അടക്കം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഭരണം അട്ടിമറിയലോടുകൂടി ഖത്തർ എന്തായി, ഈ അറബ് രാജ്യങ്ങളിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. ഖത്തർ അറബ് രാജ്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് ഇറാനുമായിട്ട് ബന്ധം സ്ഥാപിച്ചതിന്റെ പേരിൽ ഖത്തറിനെ ഉപരോധിക്കുകയാണ്, ഖത്തറിനെതിരെ ഉപരോധം സ്വീകരിക്കുകയാണ്, ഖത്തറുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ആരാണ് ഇത് അവസാനിപ്പിക്കുന്നത്? സൗദി അറേബ്യ, UAE, ഈജിപ്ത്, ജോർദാൻ, ഇങ്ങനെ ഈ ഒരു രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഖത്തറിനെ ഒറ്റപ്പെടുത്തി. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഖത്തർ വളരെ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണ്. എങ്ങനെയാണ്? ഇതുവരെയും സൗഹൃദ രാജ്യങ്ങളായിരുന്ന, സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ പൊടുന്നനെ എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് അവരുമായിട്ട് വാണിജ്യമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും സേവനങ്ങൾ, ഇടപാടുകൾ നടത്തി ജീവിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ആ സമയത്ത് ഖത്തറിനെ സഹായിക്കാൻ ഈ ഇറാനും തുർക്കിയും രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്നും പരമാവധി എക്സ്പോർട്ട്, ഭക്ഷ്യ സാധനങ്ങൾ, മറ്റു കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ പലവിധങ്ങളായ കാര്യങ്ങൾ ഖത്തറിലേക്ക് ഇവർ എക്സ്പോർട്ട് ചെയ്തു. പരമാവധി ഖത്തറിനെ സഹായിച്ചു. അതാണ് ഇറാനും തുർക്കിയും ആ സമയത്ത് നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ പിന്നീട് ഖത്തറിനും ഒരു ആനുകൂല്യം ഉണ്ടായി. ഖത്തർ എന്തായി? സ്വയം പര്യാപ്തതയിലേക്ക് മാറി അതോടുകൂടിയിട്ട്. കാരണം എന്താണ്? അവർക്ക് മനസ്സിലായി തങ്ങൾ സ്വന്തം നിലക്ക് തന്നെ
ഈ മേഖലയിൽ, കാർഷിക മേഖലയിൽ, മറ്റുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തങ്ങളുടെ അടുത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇല്ല എങ്കിൽ ഇത്തരം ഒരു അവസ്ഥയുണ്ടായാൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അങ്ങനെ സ്വയം പര്യാപ്തതയിലേക്ക് ഖത്തർ മാറുകയാണ് ചെയ്തത്. പിന്നീട് 2022 ഫിഫ വേൾഡ് കപ്പോട് കൂടിയിട്ട് അവിടെ അത്തരം വേൾഡ് കപ്പ് അനുവദിക്കുകയും ആ സമയത്ത് തന്നെ ഖത്തറുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ സൗദിയും മറ്റു രാജ്യങ്ങളും അംഗീകാരം നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഈ MBS എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തറിലേക്ക് ചെല്ലുകയും വേൾഡ് കപ്പ് മത്സരം നേരിട്ട് ഈ രണ്ട് രാജ്യങ്ങളിലെ തമീമും അതുപോലെ തന്നെ MBSും ഒക്കെ നേരിട്ട് ഈ മത്സരം കാണുന്നത്, എന്നിട്ട് ഒന്നിച്ച് കെട്ടിപ്പിടിക്കുന്നതും അല്ലെങ്കിൽ നയതന്ത്ര ബന്ധങ്ങളൊക്കെ ശരിയാവുന്നതും. അന്ന് പിന്നീട് സാഹോദര്യത്തിന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു അവസ്ഥ എന്നുള്ളത്. പിന്നീട് ഈ അച്ചുതണ്ട് എന്നുള്ളത്, ഇസ്രായേലിനെതിരെയുള്ള പ്രവർത്തിക്കുന്ന ഇത്തരം ഒരു രാഷ്ട്രീയ മേധാവിത്വം എന്നുള്ളത്, അത്തരം രാഷ്ട്രങ്ങൾ എന്നുള്ളത് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം കൂടി ഈ മുർസിയുടെ അട്ടിമറി കൊണ്ട് ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടുകൂടിയിട്ടാണ് ഈ അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീടാണ് അബ്രഹാമിക് കരാർ, പിന്നീട് ഇസ്രായേലിന് മനസ്സിലായി ഇനി അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ഞങ്ങൾ രമ്യതയിലായാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെയാണ് അബ്രഹാമിക് കരാർ വരുന്നത്. ആ കരാറിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ആദ്യം UAE-യുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നു, പിന്നീട് ബഹ്റൈനുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നു, UAE-യിൽ എംബസി സ്ഥാപിക്കുന്നു, ബഹ്റൈനിൽ എംബസി സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഇനി അടുത്ത ഘട്ടം എന്നുള്ളത് എന്താണ്? ബാക്കിയുള്ള അറബ് രാജ്യങ്ങളാണ്. അതിൽ ചിലപ്പോൾ ഖത്തർ ഉൾപ്പെടാം, അല്ലെങ്കിൽ സൗദി അറേബ്യ ഉൾപ്പെടാം, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ ഉൾപ്പെടാം. പക്ഷെ ഇതിനിടയിലാണ് ഹമാസിന്റെ തൂഫാനുൽ അക്സ വരുന്നത്. അതാണ് ഈ യഥാർത്ഥത്തിൽ ഈ പദ്ധതികളെ സമ്പൂർണമായിട്ടും പരാജയപ്പെടുത്തിയത്. അതിന് ഫലസ്തീനികൾ നൽകിയ വില എന്നുള്ളത്, ഈ തൂഫാനുൽ അക്സക്ക് നൽകിയ വില എന്നുള്ളത് അവരുടെ ജീവിതവും ജീവിതോപാധിയുമായ സർവ്വകാര്യങ്ങളും, വംശഹത്യയുടെ നരനായാട്ടിന്റെ ഒരു 3 വർഷങ്ങളാണ് ഗസയിൽ കഴിഞ്ഞു പോയത്. അപ്പൊ അത്രയും പീഡനങ്ങൾ അതിന്റെ പേരിൽ ഫലസ്തീനികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, ഇസ്രായേലിന് സമ്പൂർണമായിട്ട് അംഗീകരിക്കുകയും ഫലസ്തീൻ സ്വാതന്ത്ര്യം എന്നുള്ള കാര്യം തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടതിനെ ഇല്ലാതാക്കാൻ അതിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള ലോക വ്യവസ്ഥിതിയിൽ ഇറാനാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ കക്ഷികളെ എതിരിടുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ തോന്നാം ഇറാൻ ഒറ്റക്കാണെന്ന്. പക്ഷെ സ്ട്രാറ്റജികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇറാന് അവരുടേതായ വിജയം ഈ സമയങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ അമേരിക്ക കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കാം, ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കാം, ഇറാന്റെ പരമോന്നത നേതാവിനെ തന്നെ കൊലപ്പെടുത്തിയിരിക്കാം, ഇറാനിൽ വലിയ ആക്രമണങ്ങൾ നടത്തിയിരിക്കാം, അതൊക്കെ സംഭവിച്ചിരിക്കാം. പക്ഷെ ഇപ്പോഴും യുദ്ധമുഖത്ത് ഒരു മേധാവിത്വം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇറാനി ലക്ഷ്യങ്ങൾ കൃത്യമായിട്ടറിയാം, എവിടെ കൊടുക്കണമെന്നുള്ള നല്ല ധാരണയോടുകൂടിയാണ് ഇറാൻ പ്രവർത്തിക്കുന്നതെന്ന് യുദ്ധത്തിന്റെ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി എത്ര കാലം യുദ്ധം നീണ്ടു നിൽക്കുമോ അത്രയും കാലം ലോകത്തിന് മൊത്തം യുദ്ധം ബാധിക്കുന്ന ഒരു അവസ്ഥ കൂടി ഇത്രയും ദിവസത്തെ ഇറാനിയൻ ആക്രമണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള മുഹമ്മദ് മുർസിയോ, യൂഗെ ഷാവേസോ, അഹ്മദി നജാദോ, ത്വയ്യിബ് ഉർദുഗാനോ ഇങ്ങനെയുള്ള ഒരു ത്രയങ്ങളുടെ ഭരണകൂടം ഇപ്പോഴില്ല എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ ഒരു പ്രതിരോധ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുള്ളത്.